Assalamu alaikum. I'm Saleha and welcome back to my YouTube channel. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്ന റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു ഡേ ആയിരുന്നു. സോ ഫസ്റ്റ് മോളുടെ ടോയ്സൊക്കെ എപ്പോഴും രാവിലെ എണീച്ചാൽ ഫ്ലോറിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് മാറ്റി വെച്ചു. പിന്നെ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് റെഡിയാക്കി. മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതാണ്. അപ്പോൾ ആൾ എണീക്കുന്നതിന് മുന്നേ എനിക്ക് ക്ലീനിങ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. ഇന്ന് മഴ ഒന്നും ഇല്ലാത്ത നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു, പക്ഷെ നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ജനലും തുറന്നിട്ടിട്ട് ഡസ്റ്റ് ചെയ്തു. ജനലിൽ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു, കാരണം ഇത് അപ്സ്റ്റേഴ്സ് ഉള്ള റൂമായതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡസ്റ്റൊക്കെ ഉള്ളത് ഞാനൊന്ന് റെഡിയാക്കാണ്. അപ്പോൾ ഈ റൂമിൽ അധികം ഇങ്ങനത്തെയൊക്കെ ഉമ്മയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഡീപ്പ് ക്ലീനിങ് ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ ദ യൂഷ്വൽ സ്വീപ്പിംഗ് മോപ്പിംഗ് ഒക്കെ ചെയ്തു. ആദ്യമൊക്കെ ക്ലീനിങ് ഒന്നും ചെയ്യാൻ ടൈമില്ലാത്ത പോലായിരുന്നു തോന്നിയത്. ജസ്റ്റ് എൻ്റെ കാര്യവും മോളുടെ കാര്യവും നോക്കലും മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു പോസ്റ്റ് പാർട്ടത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ബേബി ആയി കഴിഞ്ഞാൽ ബേബിനെ നോക്കുക, ഫീഡ് ചെയ്യുക, ഉറക്കുക, പിന്നെ വീണ്ടും അതേ സെയിം സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുക. അതായിരിക്കും ഡെയിലി. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും മറന്നു പോവും. ഇപ്പോൾ എൻ്റെ മോൾക്ക് 1 വയസ്സായി. അതുകൊണ്ട് ആൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിച്ച് ടയേർഡാവുമ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. ആദ്യത്തെ പോലെയല്ല, ആദ്യം പെട്ടെന്ന് എഴുന്നേൽക്കായിരുന്നു. ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങാറുള്ളൂ. ഇപ്പോൾ കുറച്ച് ഒരു അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും ആൾ ഉറങ്ങാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ ആ ഒരു ടൈമിലാണ് ഞാനിങ്ങനത്തെ ഓരോ ക്ലീനിങ്ങോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കൽ. പിന്നെ നമ്മൾ തന്നെ നമ്മളെ റുട്ടീൻസിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചാലേ അതിനൊക്കെ കഴിയുള്ളൂ. സോ ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അത് എന്നെപ്പോലുള്ള കുറേ ന്യൂ മോംസിന് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി പോയി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ്. ഇത് പ്ലമ്മിൻ്റെ ഒരു ബോഡി വാഷാണ്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ഞാൻ യൂഷ്വലി ബാത്ത് ആൻഡ് ബോഡീൻ്റെ ബോഡി വാഷാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് നല്ല റിവ്യൂസൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ച് നോക്കിയതാണ്. പിന്നെ ഈ ഒരു ബാത്റൂം സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ ഡ്രില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം എൻ്റെ ബാത്റൂമിലെ സാധനങ്ങളൊക്കെ ഈ ജനലിൻ്റെ അവിടെ ആയിരുന്നു സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കാണാനൊരു ഭംഗിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഒരു സെറ്റിൽ 2 പീസാണ് വരുന്നത്. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ളുഹർ നിസ്കരിച്ചു. അപ്പം ഇതാണ് ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക്, ഐ ആം മലാല എന്നുള്ളത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ബട്ട് നല്ല രസമുണ്ട് വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോയി. നമ്മുടെ കാലിക്കറ്റുള്ള ലുലു മാളിലാണ് പോയത്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു.
അപ്പോൾ ഉമ്മ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ വാങ്ങുമ്പോൾ ഞാൻ മോളെ ആയിട്ട് ഫിഷിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇതവിടെ അവർ സെല് ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈവനിങ് ആണല്ലോ, അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചായയും കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഡെസേർട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ്, കുനാഫ, പിന്നെ അതുപോലെ സ്നാക്സ് എല്ലാം ഉണ്ട്. കണ്ടിട്ട് നല്ല കൊതിയാവുന്നുണ്ടായിരുന്നു വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിലതൊക്കെ വാങ്ങി അപ്പോൾ തന്നെ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. അതിൻ്റെ കൂടെ ചിക്കൻ നഗറ്റ്സും മുളക് ബജിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡിന്നറും അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷവർമയാണ് കഴിച്ചത്, അവർ ന്യൂഡിൽസും സൂപ്പും ഒക്കെ. പിന്നെ മോൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തിരുന്നു, അപ്പോൾ അവിടെ നിന്ന് അത് കൊടുത്തു. So that's all for today's video. Thank you for watching. Please like, comment and subscribe for more videos like this.